ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും എൻ്റെ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഏറ്റവും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ അറബിക് റൈസായ ചിക്കൻ മജ്ബൂസാണ്. ഒരുപാട് ഓയിലോ കളറോ എസൻസോ ഒന്നും ഇല്ലാത്ത ചോറാണ്. ഈ വീഡിയോ കാണുന്ന സമയത്ത് ബെല്ലിൽ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. എന്നാൽ വീഡിയോയിലേക്ക് പോകാം. മജ്ബൂസ് മസാലക്ക് 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 10ഓളം ഗ്രാമ്പു, 2 കറുകപ്പട്ട, 6 ഏലക്കായ, കറുത്ത ഏലക്കായ ഉണ്ടെങ്കിൽ ഒരെണ്ണം, ജാതിക്ക ചെറിയ പീസ് ഉള്ളിലെ കുരു കളഞ്ഞതിട്ടാ, ഒരു തക്കോലം. ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 2 ബേ ലീഫ്, 3 പിരിയമുളക് എടുത്തിട്ടുണ്ട്. 3/4 ടീസ്പൂൺ അളവിൽ മുഴുവനായിട്ടുള്ള മല്ലിയും കൂടി എടുക്കാം. പിന്നെ 3/4 ടീസ്പൂൺ സാജീരകം ചേർത്ത് കൊടുക്കാം. ഉണ്ടെങ്കിൽ മതിയിട്ട, ഇല്ലെങ്കിൽ വേണ്ട. എല്ലാം ഒന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. ഇനി നല്ലോണം പൊടിച്ചെടുക്കാം. ഇവിടെ ഞാൻ 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലാം പീസാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുത്തത്. എനിക്ക് മസാല നല്ലോണം പിടിക്കണം ചിക്കനിൽ. നിങ്ങൾക്ക് വലിയ പീസാക്കണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കാം. ഇനി ഒരു വട്ടയം വെച്ച് നമുക്ക് കുറച്ച് നെയ്യിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ചൂടായി വരുമ്പോഴേക്കും 3 ബേ ലീഫ്, 2 ഉണക്ക നാരങ്ങ, 3 കറുകപ്പട്ട, 10 ഗ്രാമ്പു, 10 ഏലക്കായ, 3/4 ടീസ്പൂൺ കുരുമുളക് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റാം. ഇനി നമുക്ക് 2 മീഡിയം സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 സവാള വാടി വരട്ടേട്ടാ. 1/2 കപ്പ് ക്യാപ്സിക്കം അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. ഇതിലേക്ക് മീഡിയം വലിപ്പമുള്ള 3 തക്കാളി, ചുവപ്പ് നിറമുള്ള പഴുത്തിട്ടുള്ള തക്കാളി, ഒട്ടും വെള്ളമില്ലാതെ അടിച്ചെടുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് ഇളക്കി കൊടുക്കണം. പച്ചച്ചുവ മാറിയാൽ ഡ്രൈ ആയാൽ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച മജ്ബൂസ് മസാല പൊടിച്ചതിൽ നിന്നും 4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ്. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ 2-3 മിനിറ്റ് ഇളക്കിയ ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കാം. നാല് ഗ്ലാസ് ബസുമതി റൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനിരട്ടി 8 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നല്ലോണം ഇളക്കിയ ശേഷം 1 ടീസ്പൂൺ നാരങ്ങാനീര്, 4 പച്ചമുളക് മുഴുവനായിട്ട് കീറിയത് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിച്ചപ്പയും കൂടി അരിഞ്ഞതിട്ട് 15 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഫ്ലെയിം കുറച്ച് ചിക്കൻ ഇതിൽ നിന്നും വേറെ മാറ്റി വയ്ക്കാം. ആ മസാല വെള്ളത്തിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ തന്നെ റൈസ് വെള്ളത്തിലിട്ട് കഴുകി വാര വെച്ചിട്ടുണ്ടായിരുന്നു. റൈസ് തിളച്ച് കഴിഞ്ഞാൽ 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ച് കഴിഞ്ഞാൽ മൂടി തുറന്ന് ഇളക്കി കൊടുക്കാം. റൈസൊക്കെ ഇതാ നല്ലവണ്ണം വേറിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് നട്ട്സ് വേവിച്ച് ഈ റൈസിലേക്ക് ഇട്ട് കൊടുക്കാം. നട്ട്സൊക്കെ വറുത്ത ആ പാനിൽ തന്നെ ഒന്ന് ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ അടിപൊളി അറബിക് മജ്ബൂസ് മസാല തയ്യാറായിട്ടുണ്ട്.
ഇനി ചൂടോടുകൂടി കഴിക്കണം കേട്ടോ. മജ്ബൂസും മന്തിയും എല്ലാം ചൂടോടുകൂടി കഴിക്കണം, എന്നാലേ നല്ല ടേസ്റ്റ് കിട്ടൂ. ചിക്കനിൽ നിന്നും ഒരു പീസ് എടുത്ത് മയോനിസയിൽ മുക്കി അറബിക് സലാഡും കുറച്ചെടുത്ത് റൈസിൽ കൂടി ഇങ്ങനെ കഴിച്ചാലുണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് കമൻറ്റ് ചെയ്യണേ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. താങ്ക് യു ഫ്രണ്ട്സ്. അസ്സലാമു അലൈക്കും.